ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യ ടുഡേയുടെ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യ ടുഡേയുടെ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ് ഒന്നാമതെത്തിയത്? കേരളമാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് വൈദഗ്ധ്യ വികസനത്തിനും തൊഴിൽ പരിശീലനത്തിനുമുള്ള അവസരങ്ങൾ നൽകുക ലക്ഷ്യം വെച്ചുള്ള പുതിയ പദ്ധതി ഏതാണ്? പദ്ധതിയാണ് പ്രചോദനം. 2025 ഒക്ടോബറിൽ പുറത്തുവന്ന വായു ഗുണനിലവാര സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? നഗരം? ലാഹോർ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമാണ് ലാഹോർ. 2025 ഒക്ടോബറിൽ സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ പ്രതിഷേധ റാലികൾ അരങ്ങേറിയ രാജ്യം ഏതാണ്? നോ കിങ് പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ പ്രതിഷേധ റാലികൾ അരങ്ങേറിയ രാജ്യം ഏതാണ്? അമേരിക്ക. അബുദാബി ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരാണ്? അബുദാബി ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ആരാണ്? ദീപിക പദുക്കോണാണ് നിയമിതയായത്. ദീപിക പദുക്കോൺ. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം ഏതാണ്? കൊച്ചിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം. ലോകത്തിലെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ രാമായണ വാക്സ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് നിലവിൽ വന്നത്? അയോധ്യയിലാണ് നിലവിൽ വന്നത്. 2026 വിക്ഷേപിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് സ്റ്റേഷൻ ഏതാണ്? 2026 വിക്ഷേപിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് സ്റ്റേഷൻ ഏതാണ്? ഹെവൻ 1 ആണ്. വികസിപ്പിച്ചത് വാസ്റ്റ് സ്പേസ്, USA വാസ്റ്റ് സ്പേസ് ആണ്. 2025 ഒക്ടോബറിൽ സെയ്ഷൽസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? പാട്രിക് ഹെർമിനിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാട്രിക് ഹെർമിനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? ഏത് യുദ്ധക്കപ്പലാണ്? INS വിക്രാന്ത്. താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ്